ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസിയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എ വീക്ക് ഇൻ മൈ ലൈഫിലെ ഡേ 6 ആണ്. ഡേ 6 ഞാൻ കാണിച്ചു തരാം. രാവിലെ ഞാൻ വീഡിയോ എടുക്കാത്തതിൻ്റെ റീസൺ എല്ലാം ഞാൻ പറയട്ടെ. എന്നൊരു റീസൺ പറയുകയാണ്, അത് പറയാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പെയിൻ്റ് അടിക്കാൻ വരും എന്നുള്ളത്. പക്ഷേ പെയിൻ്റ് അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അവർ, ഞാനും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല, കാരണം ഇന്നലെ വന്നില്ലല്ലോ. അപ്പോൾ ഇന്നും ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരും, 12 o'clock ശേഷമൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ഫുള്ള് ഞെട്ടിപ്പോയി. സംഭവം ഒരാൾ എൻ്റെ റൂമിലുണ്ടായി. ഞങ്ങൾ രണ്ടുപേര് പുറത്ത് പോയിക്കുക, ഞങ്ങൾ രണ്ടുപേർ ക്ലാസ്സിന് പോയിക്കായിരുന്നു. ഒരാൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. കാരണം ഞാനെല്ലാം ലഗേജും സെറ്റ് ചെയ്ത്, കാരണം രാവിലെ എണീറ്റിട്ട് അതാണ് വീഡിയോ എടുക്കാൻ. ഞാൻ എല്ലാ ലഗേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയതെല്ലാം. പക്ഷെ ഞാൻ ബെഡ്ഷീറ്റും എൻ്റെ ബ്ലാങ്കറ്റും എൻ്റെ പില്ലോ കവറും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് അതേപോലെ അവിടെ കിടക്കുമായിരുന്നു. പിന്നെ അതായത് എൻ്റെ ഒരു ടീഷർട്ടും ഒരു പാൻറ്റും ഞാൻ രാവിലെ ഊരിയിട്ട് ഞാൻ അത് ഇവിടെ ബക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി ലഗേജസും കാര്യങ്ങളൊക്കെ പെട്ടിക്കകത്തും ബാഗിനകത്തും ബക്കറ്റിനകത്തും ഒക്കെ ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടാണ് പോയത്. പക്ഷേ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓ മൈ ഗോഡ്. പിന്നെ എൻ്റെ തോർത്തുണ്ടായിരുന്നു, അതും ഇവിടെ അയൽ കിടക്കുമായിരുന്നു കേട്ടോ. ഞാൻ വന്ന് നോക്കിയപ്പോൾ റൂമിൻ്റെ ഈ ഫ്ലോറിലെ എല്ലാ റൂമിലെ ലഗേജസ് പുറത്താട്ടോ. അപ്പോൾ അവർ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അവളുള്ളതുകൊണ്ട് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് സേഫാക്കി വെളിയിൽ എല്ലാം ലഗേജ് ഫുള്ള് പെട്ടി ഉൾപ്പെടെ എല്ലാം വെച്ച് വെളിയിൽ വെച്ചേക്കും കേട്ടോ. ഇന്ന് എന്തായാലും ഒരു ടച്ച് പണിയുണ്ട്. അപ്പം അവർ പെയിൻ്റ് അടിക്കുന്നവർ ഇപ്പം അപ്പുറത്തെ റൂമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം കുറച്ച് റൂം ആ ഒരു സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് റൂം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നേരെ ഈ റൂമിൽ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു കണ്ടോ. ഭയങ്കര ഈ ബെഡ് ഇപ്പോൾ ഡാമേജ്ഡ് ആയി കേട്ടോ. കണ്ടോ, ആ ഒരു സൈഡിൽ ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം. പിന്നെ അതാണ് എൻ്റെ ബെഡ്. അത് ഫുള്ള് 3 പേരുടെ ബെഡ് എടുത്ത് ഇതിനകത്തിട്ടേക്കും കേട്ടോ. കണ്ടോ, അതിനകത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഫുള്ള് ഞാനുണ്ട്, എൻ്റെ ബാഗുണ്ട്, പിന്നെ കുറച്ച് ഓറഞ്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ ഈ റൂമിനകത്തൊന്നും ഇല്ല കേട്ടോ. ഫുള്ള് കാര്യമാക്കിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എനിക്ക് അറിയത്തില്ല സംഭവം എന്താണെന്ന്. പെയിൻ്റൊക്കെ അടിക്കണമെന്ന് ഞാൻ കഷ്ടപ്പെട്ട് വരുന്ന വേയിൽ കുറച്ച് കമ്പമൊക്കെ തോന്നി ഹോസ്റ്റലൊക്കെ ഒന്ന് മിനിക്കാന്നൊക്കെ ഉള്ള രീതി അടിച്ച. പക്ഷേ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ആ ഒരു റാക്ക് പൊട്ടില്ല. അതൊക്കെ ഇപ്പോൾ ചേഞ്ച് ചെയ്യുമായിരിക്കും. അത് പൊട്ടിയിരിക്കും. ഞാൻ പറഞ്ഞ മഴ സമയത്ത് അവിടുന്ന് വെള്ളം നമ്മുടെ ഈ ഭിത്തിയിൽ കൂടി ഇങ്ങനെ ഊർന്നിറങ്ങും. അപ്പം സംഭവം അത് അങ്ങനെ വീണിട്ട് അത് ഫുള്ള് ഇതായിട്ട് പോയിട്ട്. അപ്പോൾ പിന്നെ എൻ്റെ മൂഡ് പോയി. കാരണം ഞാൻ ഈ ഒരു പേപ്പർ ഉണ്ടോ, ഈ ഒരു പേപ്പറിലൊക്കെ ഞാൻ എഴുതി വെച്ചിരുന്നത്, അതൊക്കെ ഇപ്പോൾ എൻ്റെ മൂഡ് പോയി. അപ്പോൾ പിന്നെ ഞാൻ അതങ്ങ് നിർത്തി കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവരിപ്പോൾ ശരിയാക്കും. അപ്പം ഞാനിപ്പോൾ റൂമിൻ്റെ അവസ്ഥ. അപ്പം ഞാൻ രാവിലെ ക്ലാസ്സിനൊക്കെ പോയി തിരിച്ച് വന്നപ്പം ഇതാണ് കേട്ടോ റൂമിൻ്റെ അവസ്ഥ. എപ്പോൾ ഇനി ഇത് തീരുമെന്ന് അറിഞ്ഞുകൂടാ. കഥകൊന്നും അടയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലിരിക്കുക കേട്ടോ. ഈ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരൊരു ഒരു ടാങ്ക് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നു. പിന്നെ കട്ടിൽ 3 ദിശയിൽ, ഡോർ അവിടെ ഇതായിട്ടിരിക്കുക കണ്ടോ, ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ എങ്ങനെ ഡ്രസ്സ് അടയ്ക്കും? പറ്റത്തില്ല. അയ്യോ, ഇവിടുത്തെ ഡോറിൻ്റെ ഇവിടെ ജസ്റ്റ് ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ റൂം ഡോർ കാണിച്ചപ്പോൾ ഇട്ടില്ലേ, അതൊക്കെ അത് ഫുള്ള് ഡേർട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഫുള്ള് വലിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. സെറ്റ് റൂം പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ സെറ്റപ്പ് ആകുമല്ലോ എന്നുള്ളൊരു സന്തോഷം. ഇന്നലെ അവളിരുന്നുകൊണ്ട് പറയണേ, തുഹീന ഇരുന്നുകൊണ്ട് പറയണേ, പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ ഫുള്ള് ഭിത്തിയിൽ നമുക്ക് നമ്മുടെ പേര് എഴുതിയിരിക്കാന്ന് കേട്ടോ. എഴുതാക്കിയെങ്കിൽ അവർ വന്ന് അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഹോസ്റ്റൽ ഭിത്തിയിലേക്ക് എഴുതൂല. പിന്നെ എന്നാലും തുടക്കത്തിൽ എഴുതുമ്പോൾ അത് എന്തെങ്കിലും വിഷയമായാലും സമയമുണ്ടല്ലോ, നമുക്ക് വർഷങ്ങളിങ്ങനെ മുന്നിൽ കിടക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും റൂമൊക്കെ സെറ്റ് ചെയ്യണം. ഇന്ന് ഫുള്ള് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇന്ന് എങ്ങനെ വീഡിയോ എടുക്കുമെന്ന്. കാരണം അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുമ്പോൾ ഇവർ രണ്ടുപേരും എന്നെ വെട്ടിക്കണ്ടിച്ച് പുലിട്ട് വയ്ക്കും. കാരണം ഒതുക്കണ്ടേ, നിറയെ അറിഞ്ഞുകൂടാ ഗൈസ്. പിന്നെ വേറെന്തുവാ, അതിനിടയിൽ എന്നെ ഹോസ്റ്റൽ ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒരു ഹോസ്റ്റലുണ്ട് അപ്പുറത്തൊരു, ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ 3-4 ഹോസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ അപ്പുറത്തൊരു ഹോസ്റ്റലുണ്ട്, അവിടെ പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പം ഞാനിങ്ങനെ കിളി പാറി നിൽക്കുവാണ്. അവിടെ പോയാലും ഇത് തന്നെയല്ലേ അവസ്ഥ. ഇപ്പം അവിടെ ഒരു റൂമിൽ
തെലുങ്കരാണ്. അപ്പോൾ എനിക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഇവരായിട്ട് കുറച്ച് ഒന്നുമില്ലെങ്കിലും അത്യാവശ്യമെങ്കിലും മിണ്ടുമല്ലോ. അവിടെ പോയിട്ട് പിന്നെ സെറ്റായില്ലെങ്കിൽ അപ്പോൾ ഞാനിങ്ങനെ അത് ആലോചിക്കുകയാണ്, മാറണോ വേണ്ടേ. പക്ഷെ ഇവിടെ പെയിൻ്റ് അടിച്ച് നോക്കട്ടെ, ഇവിടെ സെറ്റാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ കേട്ടോ. കാരണം നമ്മളെ വന്ന് സെറ്റായത് ഇവിടെ ആണല്ലോ. എനിക്കറിയില്ല, ഞാൻ എന്തായാലും വരണടുത്ത് വെച്ച് കാണാം. അങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നും പറഞ്ഞില്ല, പോകുന്നൊന്ന് ചോദിച്ചു കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ്. ഹോസ്റ്റലിൽ മാറണോ എന്ന് ചോദിച്ചു. എൻ്റെ ഫേസ് ഫുള്ള് കുരുവായിട്ടോ. ഇപ്പം ഇത് കണ്ടോ, ഈ കണ്ടോ, ഇവിടെ ഒരു ഭയങ്കര വലിയ കുരു നിൽക്കുന്നു. വേദന കൊണ്ട് ഇവിടെ ഒരു കുരു, ഇവിടെ ഒരു കുരു, ഈ 3 കുരു ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. ഫുള്ള് പിമ്പിൾസാണ് ഗൈസ്, പിമ്പിൾസാണുള്ള ജീവിതം. എല്ലാവരും മാറി അവിടെ സ്റ്റെപ്പിലും അവിടെ ഇവിടെയൊക്കെ കുത്തിയിരിക്കട്ടെ. ആരും റൂമിലില്ല, റൂമിൽ ഇരിക്കാൻ പറ്റത്തില്ല. എല്ലാവരുടെ ലഗേജും ബെഡൊക്കെ ഇങ്ങനെ എടുക്കും. ഞാൻ പിന്നെ കുട്ടിച്ചത്തം കയറിയിരിക്കുന്നു. ഞാൻ ബെഡിൻ്റെ വണ്ടിയിൽ 3 പേരുടെ ബെഡും കൂടെ ഒരു കട്ടിലെടുത്തിട്ട് അതിൻ്റെ വണ്ടേ കയറിയിരിക്കാം ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. നമുക്ക് ഒരു ഓറഞ്ചൊക്കെ പൊളിച്ച് തിന്നുകൊണ്ടിരിക്കാം. സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ മതി. നമുക്ക് ലൈവ് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ലൈവ് പോകാൻ നോക്കിയപ്പം 50 സബ്സ്ക്രൈബേഴ്സ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ലൈവ് പോയിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, ഒരു ഓറഞ്ച് പൊളിക്കാൻ പറ്റുന്ന പാടാണ്. ഒരു കയ്യിൽ ഫോണ്, ഒരു കയ്യിൽ അപ്പത്തെ റൂമിലൊക്കെ വെച്ച് പാട്ട് പാടിക്കൊണ്ട് പോയതാണ്. കേട്ടോന്നറിയില്ല കേട്ടോ. ഇതിനിടയിൽ മുഖജറി. ഓക്കെ, ഞാൻ എന്തായാലും കഴിക്കട്ടെ, എനിക്ക് 2 കൂടെ നടക്കത്തില്ല. അപ്പോൾ ഗൈസ്, റൂമിൽ അവർ പെയിൻ്റ് അടിക്കുക. എനിക്ക് നല്ലതായിട്ട് തണുക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ, രാവിലെ തൊട്ടേ നല്ല തണുപ്പുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ തണുക്കുന്നു. അപ്പോൾ അവരുടെ റൂമിൽ പെയിൻ്റ് അടിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ സ്റ്റെപ്പിൽ വന്നിരിക്കുകയാണ്. ലഗേജ് ഒക്കെ റൂമിന് വേണ്ടിയില്ല കേട്ടോ, ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, നല്ല കുരു കേട്ടോ, എനിക്ക് നല്ല വേനയുണ്ട് അവിടെ. അപ്പോൾ 3 കട്ടിൽ 3 റൂം. തണുക്കുന്നത്, നല്ലോണം തണുക്കുന്നു, നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷെ പുറത്ത് നല്ല വെയിലാണേ. പക്ഷെ ഇവിടെ എനിക്കറിയില്ല, നല്ല തണുപ്പ്. ഇവിടെയൊക്കെ തണ്ടിപ്പോൾ അടിച്ചിട്ടിങ്ങനെ ഇവിടെ അടിച്ചിട്ടുണ്ട് കേട്ടോ പെയിൻറ്റ്. ഇവിടെ സെയിം കളർ, ബട്ട് വേറൊരു കളറായിരുന്നെങ്കിൽ കൊള്ളാനിട്ട്, ഒരു ലൈറ്റ് പിങ്കോ ഇങ്ങനെ കുറച്ച് വെറൈറ്റി. ഇത് സെയിം കളർ തന്നെ കേട്ടോ അടിച്ചു, ഒരു മാറ്റമില്ല. ഇങ്ങനെന്ത് പഴയതില്ലായിരുന്നു സംഭവം, ഒരു മാറ്റമല്ല കേട്ടോ, അതേ സെയിം കളർ. ഞാൻ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചു. സെയിം കളർ കൊണ്ട് അടിച്ചിട്ടുണ്ട്, ക്രീം കളർ, അളിഞ്ഞ കളർ. അവ ഇവിടെയൊക്കെ ഇങ്ങനെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ വാഷ് ചെയ്ത്, അപ്പോൾ അതുകൊണ്ട് സ്റ്റെപ്പിന് നല്ല തണുപ്പുണ്ട്. ഉണങ്ങി കിടക്കുക കേട്ടോ. എന്തുവാണോ തല്ലിപ്പൊട്ടിക്കുന്നത്, ഒന്നുമില്ല. അലൂമിനിയം പാട്ടയുടെ ഷെൽഫാണ്, അലൂമിനിയത്തിൻ്റെ ഒരു ഷെൽഫ് അവിടെ ഇരിപ്പുണ്ട്. അതാ നമ്മൾ വീഡിയോ കാണിച്ചിട്ടില്ലേ, അതൊന്നും അടിച്ചു പൊട്ടിക്കുന്നത്. അതേ ഉള്ള സാധനം വെക്കാൻ, അതും കൂടെ അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഞാൻ ഇവിടെ ഇരിക്കണം. അപ്പോൾ എൻ്റെ ഓറഞ്ച് കണ്ടില്ല, ഞാൻ അത് തിന്നിരിക്കും കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് ഇമ്മാതിരി സാധനങ്ങളൊക്കെ കുറേ പോകും. എനിക്ക് ഓറഞ്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആപ്പിൾ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, പക്ഷെ ഓറഞ്ച് എനിക്കിഷ്ടമാണ്. ഓറഞ്ച്, കമ്പിളി നാരങ്ങയില്ല, അതൊക്കെ സംഭവം, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൂട്ട്സൊക്കെ എനിക്കിഷ്ടമാണ്. ഇഷ്ടമല്ലാത്ത ഫ്രൂട്ട്സ് എന്ന് പറയാൻ എന്താ, അങ്ങനെയൊന്നുമില്ല. ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഒരു വട്ടം കണ്ട് കഴിച്ചിട്ടുള്ളൂ. അത് സംഭവം എനിക്ക് അത്ര തിന്നാം, അത്രേ ഉള്ളൂ. വലിയ ടേസ്റ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ തണുക്കുന്നു. പിന്നെ ഓറഞ്ച് എനിക്കിഷ്ടമാണ്. ഓറഞ്ചൊക്കെ ഞാൻ എത്ര എന്നാലും തിന്നും. പഴം ഇഷ്ടമാണ്, അതൊക്കെ ഞാൻ എത്ര എന്നാലും തിന്നും. അതൊക്കെ എനിക്ക് വയറ് നിറഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രശ്നമൊന്നുമില്ല, ഞാൻ തിന്നും. തണുക്കുന്നുണ്ടേ. അപ്പോൾ ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കണ്ടു. അറിയില്ല, ഞങ്ങളുടെ റൂമൊക്കെ സെറ്റാക്കണം, തൂക്കണം. അപ്പോൾ ഇന്നങ്ങനെ ക്ഷീണമൊന്നുമില്ല, ഉറക്കമൊന്നും വരുന്നില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോൾ എന്തോന്നും അറിയത്തില്ല, അവർ പെയിൻ്റ് അടിച്ചിട്ടൊക്കെ ഇറങ്ങി പോകുമ്പോൾ എന്തോന്നും അറിയത്തില്ല. എന്തായാലും റൂം സെറ്റ് ചെയ്യണം ഇൻഷാല്ലാ. തിന്ന് ഓറഞ്ച് ഫുള്ള് തീർത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 3 കൂടെ, അത് ഞാൻ ഇപ്പോൾ തീർക്കും ഗൈസ്. എനിക്കിത് വെച്ചേക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഞാൻ അതും ഇങ്ങനെ കഴിച്ച് ചുമ്മാ ഇവിടെ ഫോണിൽ ചാർജില്ല കേട്ടോ, ഒട്ടും ചാർജില്ല. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, ഫോൺ കൊത്തിയിടണം. അപ്പം എന്താ, ഞാൻ എന്തായാലും ഇന്ന് വീഡിയോയും കാണട്ടെ കേട്ടോ. ഇനിയിപ്പോൾ എത്ര ഉണ്ടാവും ചാർജ്, 20 ഉള്ളൂ, അറിയില്ല. അപ്പം ഗൈസ്, ഞാനങ്ങനെ അവിടെ ഇല്ല, എന്തായാലും റൂം പെയിൻറ്റ് അടിക്കുകയാണ്. അപ്പം ഞാൻ
വെറുതെ അവിടെ ഇരിക്കുന്നതിന് നമുക്കൊന്ന് ഇറങ്ങിയിട്ടൊക്കെ വരാമെന്ന്. അപ്പോൾ അങ്ങനെ എനിക്ക് മെട്രോ കാർഡ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഡെയിലി സ്റ്റെപ്പ് കയറി കഴിഞ്ഞു മെട്രോ സ്റ്റേഷനിലാട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ ലിക്വിഡ് മണി കൊടുത്തിട്ട് പോവല്ലേ. അപ്പോൾ എൻ്റെ ഗൂഗിൾ പേ വർക്കല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ലിക്വിഡ് മണി അത്ര സേഫ് അല്ലല്ലോ, ഇങ്ങനെ കൊണ്ട് നടക്കാൻ വിശ്വസിക്കല്ലേ. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മെട്രോ കാർഡ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് തിരക്കിയിട്ട് വരാം. കേൾക്കുന്നതാണ് നല്ല സൗണ്ട് വണ്ടിയുടെ. അപ്പോൾ മെട്രോ കാർഡിൻ്റെ കാര്യം മെട്രോ കാർഡിൻ്റെ കാര്യം തിരക്കിയിട്ട് വരാമെന്ന് വെച്ചപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് തിരക്കിയിട്ട് വരാം. അപ്പം ഞാൻ മെട്രോ സ്റ്റേഷൻ കയറിയിട്ട് റിസപ്ഷനിൽ പോയിട്ട് വരാം. അപ്പം ഞാനങ്ങനെ മെട്രോ കാർഡിൻ്റെ കാര്യമൊക്കെ തിരക്കി. നമ്മളിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ, ഞാനത് തിരക്കാൻ വന്നതാണ്. അപ്പം സ്റ്റുഡൻറ്റ് കാർഡും ഉണ്ട്, നോർമൽ കാർഡും ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് കാർഡ് ഇന്ന സ്റ്റേഷൻ തൊട്ട് ഇന്ന സ്റ്റേഷൻ നമ്മൾ പറഞ്ഞു, കോളേജിൻ്റെതും നമ്മുടേതും പറഞ്ഞിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റേത് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, നമ്മൾ റീചാർജ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഏതെടുക്കണമെന്ന് ഞാൻ ആലോചിച്ച് തീരുമാനിച്ചിട്ടൊക്കെ വരാം. കാരണം നമുക്കിവിടെ വേറെ എങ്ങോട്ടും ഞാൻ പോകുന്നില്ല. അങ്ങനെ മെട്രോയിൽ കയറി സഞ്ചരിക്കാൻ അത്ര ദൂരമൊന്നും എനിക്ക് പോകാനായിട്ടില്ല. എനിക്കറിയില്ല, ഇവിടെ അടുത്തൊക്കെ പോകുന്നത് അല്ലാണ്ട് ഇപ്പോഴും കാണില്ല. ഇവിടെ അടുത്തൊക്കെ വരാനറിയാൻ പറ്റൊക്കെ, അല്ലാണ്ട് എനിക്കറിയില്ല. അപ്പം എന്തായാലും ആവശ്യം വരുമല്ലോ, നമ്മളെവിടെ നിൽക്കല്ലേ. അപ്പം എനിക്ക് ഇപ്പം സ്റ്റുഡൻറ്റ് കാർഡ് എടുക്കണോ മറ്റേതെടുക്കണോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ നോക്കിയിട്ട് മറ്റേ കാർഡാന്ന് തോന്നുന്നു. മറ്റേ കാർഡായാലും ഏകദേശം സെയിം ആണ് കേട്ടോ. എനിക്ക് സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് വലിയ ഡിസ്കൗണ്ട് ഒന്നും എനിക്ക് തോന്നുന്നില്ല. സ്റ്റുഡൻറ്റ് കാർഡിന് പ്രത്യേകിച്ച് ഡിസ്കൗണ്ടായിട്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല, സെയിം ആണ്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരാൾ എവിടെയോ പോയി, എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഒരാൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെന്തോ പോവാണെന്ന് പറഞ്ഞിട്ട് പോയി. ഞാനിപ്പോൾ അടിച്ചിട്ടൊക്കെ വന്നപ്പോൾ ഇവിടെ കഴിഞ്ഞു. പക്ഷെ കിടക്കുന്ന കോലം കണ്ടിട്ട് എനിക്ക് സങ്കടം വരും. ഞാൻ ഇതെല്ലാം ഇനി ഒതുക്കണം. കാണിച്ചു ഇതുകൊണ്ടോ ഫോണിലാണെങ്കിൽ ഒരു തുള്ളി ചാർജില്ല. എൻ്റെ ചാർജർ എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ ലഗേജ് ഫുള്ള് കാര്യം എവിടെയെങ്കിലും ഇറക്കണം. അപ്പോൾ ഗായ്സ് അങ്ങനെ ഞാൻ ഫുള്ള് കുറേയൊക്കെ ഒതുക്കി കേട്ടോ. കുറേയൊക്കെയെന്ന് വെച്ചാൽ അപ്പം ഞാനങ്ങനെ ഞാൻ കുറേയൊക്കെ കൈയൊക്കെ കഴിയുന്നു കുറേയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു. അപ്പോൾ ഈ സെയിം പെയിൻറ്റ് തന്നെ കേട്ടോ അടിച്ചത്. പിന്നെ ഇവിടെ കുറേ വരച്ച് കുത്തി വെച്ചിരുന്നൊക്കെ പോയി. പക്ഷേ സെയിം ഞാൻ ഒന്ന് കുറച്ചൊക്കെ പ്രതീക്ഷിച്ചു. പിങ്ക് കളറ്, ബ്ലൂ കളറ്, പർപ്പിള്, വയലറ്റ് ആ ഒരു രീതിയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ. എനിക്കറിയില്ല, ചിലപ്പോൾ പെയിൻറ്റിന് കളർ കൂടുമ്പോൾ വില കൂടുമല്ലോ, അപ്പം എക്സ്പെൻസ് കൂടുതലായതുകൊണ്ടാവാം അവർ ക്രീം കളർ തന്നെയാണ് അടിച്ചത്. ക്രീം കളർ തന്നെ കേട്ടോ അടിച്ചത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പം ഞാൻ വന്നു അപ്പം തുടങ്ങിയതാട്ടോ. മൊത്തം തൂത്തുവാരി, ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. അപ്പം മൊത്തം തൂത്തുവാരി താഴെ പോയി മോപ്പൊക്കെ വാങ്ങിച്ചു. ഇവിടെ ക്ലീൻ ചെയ്യാൻ ആളില്ലേന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാൻ ആളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും റൂം അവർ മൊത്തം വലിച്ച് ഇട്ടേക്കുമല്ലേ. അപ്പോൾ അവർക്ക് റിസ്ക്കാണ്, അവർ ചെയ്യൂല. അപ്പം അവർ ചെയ്യാറുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ എന്തോ വന്നിട്ട് തൂക്കുക, തുടയ്ക്കുക, ഫ്ലോർ ഫുള്ള് അവർ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു കേസ് വന്നുകൊണ്ട് അവർ എല്ലാ റൂമും കൂടെ അവർക്ക് പറ്റത്തെ, അതുകൊണ്ടാവാം എന്തുമായാലും ക്ലീൻ ആൾ വരില്ല എന്ന് പറഞ്ഞു. നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. അപ്പം പക്ഷേ വൈകിട്ട് വാർഡൻ വന്ന് ചോദിച്ചു കേട്ടോ, ആരെങ്കിലും വന്നോ ക്ലീൻ ചെയ്യാൻ. അപ്പോൾ പറഞ്ഞു ഇല്ല, വന്നില്ല എന്ന് പറഞ്ഞു. ആരും വന്നില്ലേ ഒരു റൂം ക്ലീൻ ചെയ്യാനും വന്നില്ലേ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പോയി. പിന്നെ ഇവിടെ ലിഫ്റ്റിന് എന്തോ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ കുറേ ഒതുക്കി തുടച്ച് തുടച്ച് കട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, കട്ടിൽ നമ്മൾ നോർമലി അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കാനൊക്കെ പിടിച്ചായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ അഞ്ജലി വന്നു. 1 മിനിറ്റ്.
അപ്പം ഞാനങ്ങനെ ആ വഴിക്ക് അങ്ങ് പോയി കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഷൂ മൊത്തം അഴുക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ കഴുകി വെച്ചിട്ട് അപ്പോഴത്തേക്കും നല്ല ടയേർഡായി. പിന്നെ ഞാനങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ട് വീട്ടിലൊക്കെ വിളിച്ചിട്ട് പിന്നെ കിടക്കാനായിട്ടങ്ങ് തയ്യാറായി. കാരണം നല്ല ടയേർഡായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോയുടെ കാര്യം പോലും ഞാൻ ഓർത്തില്ല. പിന്നെ ഞാൻ നല്ല ലേറ്റായിട്ട് 10:15 എന്തോ ആയപ്പോഴാണ് ഞാൻ ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. കാരണം ആ സമയം ആയപ്പോഴൊക്കെയാണ് ഞാൻ ഫോണൊന്നും മര്യാദയ്ക്ക് എടുക്കുന്നത് പോലും. അപ്പോഴാണ് ഞാൻ വീഡിയോയുടെ കാര്യം ഓർത്തത്, ഇന്നത്തെ അപ്ലോഡ് ചെയ്തില്ലല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്പോഴാണ് എഡിറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തു. അങ്ങനെ അത് ഞാൻ ഉറങ്ങാൻ കിടക്കുവാണ്. അത്യാവശ്യമൊക്കെ സെറ്റ് ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്ത് വിരിച്ചു. ഞാൻ ഷെൽഫൊക്കെ ഒതുക്കി പേപ്പറൊക്കെ വെച്ചൊട്ടിച്ചപ്പോൾ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഞ്ജലി ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പോൾ അത് ഷെൽഫൊക്കെ ഞാൻ ഒതുക്കി വെച്ചേക്കുന്നത് കാണിക്കോട്ടെ. അപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടന്നു. പിന്നെ ഉറങ്ങാൻ കിടന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്ക് വിശന്നപ്പോൾ എടുത്ത് പേരയ്ക്കൊക്കെ കട്ട് ചെയ്ത് തിന്നിട്ടാണ് കിടന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.